ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് ബ്രാഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ ചാക്കരി കൊണ്ട് ഒരു ഉപ്പുമാവാണ്. അപ്പം നമുക്ക് ഈ ചാക്കരി ആദ്യം തന്നെ കഴുകി തോരാൻ വയ്ക്കാം. ഇത് ഞാനൊരു പാത്രത്തിലോട്ടിട്ട് ഒന്ന് കഴുകി തോരാൻ വയ്ക്കുന്ന നല്ല അരി തന്നെയാണ്, റേഷൻ അരി അല്ല, പക്ഷേ വെള്ള അരി എന്നേ ഉള്ളൂ. സുലേഖ അരിയാണ്, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് ഒരു അരിപ്പയിലിട്ട് തോരാൻ വയ്ക്കാം. നന്നായിട്ട് തോരണം. ഇനി ഇതിലേക്കുള്ള ചേരുവകളാണ്. ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 ചെറിയ സവാള. മീഡിയം സവാള ആണെങ്കിൽ ഒരെണ്ണം മതി, പക്ഷെ ഞാൻ 2 ചെറുതായതുകൊണ്ട് 2 സവാള എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് ഇങ്ങനെ കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കഴുകിയിട്ടിരിക്കുന്ന അരി ഇട്ടു. നന്നായിട്ട് വറുത്തെടുത്ത് ഇത് പൊടിക്കണം. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നമുക്ക് റവ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ റവ ഉപ്പുമാവ് വേണ്ടെന്ന് തന്നെ പറയും. ഇളക്കി കൊടുക്കാം. കഴുകിയാൽ മാത്രം മതി, പോക്കണ്ട. വെറുതെ കഴുകിയിട്ട് അപ്പോഴും തോരാൻ വെച്ചിട്ട് അപ്പോഴത്തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇതെല്ലാം നന്നായിട്ട് പൊട്ടണം. അതുകൊണ്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ അരി ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്ത എല്ലാ അരികളും നന്നായിട്ട് പൊട്ടണം. അപ്പം അരി നന്നായിട്ട് പൊട്ടി എല്ലാം ഒരുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ ഒന്ന് ഓഫാക്കാം. ഇതിലോട്ട് തണുക്കാനിടാം. വറുത്ത് വെച്ചിരുന്ന അരി നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കൊരു ജാറിലിട്ട് ഒന്ന് പൊടി. അരി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്നു. അരി ഉപ്പുമാവ് തയ്യാറാക്കാനുള്ള പാത്രം സ്റ്റൗ വെച്ച് വെച്ചെടുക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. മുന്തിരിന് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു പീസ് ഇഞ്ചി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ്സിന് വേണ്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ തേങ്ങ പീര ഇടുന്ന ഇഷ്ടമല്ലെങ്കിൽ തേങ്ങയുടെ പാലെടുക്കാം, അത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇവിടെ തേങ്ങാപ്പീര ഇടുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇടുന്നത്. അപ്പം നമുക്കിതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പം ഇന്നത്തെ അരി വറുത്ത് തയ്യാറാക്കിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല തുറയിരിക്കും, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. ഇനി ഉപ്പുമാവിന് റവ നമ്മൾ വാങ്ങിക്കുകയേ വേണ്ട. റവയെക്കാളും എത്രയോ ടേസ്റ്റും ഹെൽത്തിയാണ് നമ്മുടെ അരി വറുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഉപ്പുമാവിൻ്റെ സ്റ്റൗ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നുമില്ല, നല്ല തുറന്നിരിക്കും. നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവാണ്. ഈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.